ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കേരള കലാമണ്ഡലത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസ്റ്റ് ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു. കേരളത്തിൽ നിന്ന് 40ഓളം ടൂറിസ്റ്റ് കമ്പനിയും കലാമണ്ഡലവും സംയുക്തമായാണ് ശില്പശാല തയ്യാറാക്കിയിരിക്കുന്നത്. ഭാരതപ്പുഴ, പാഞ്ഞാൾ, അതിരാത്രഭൂമി, കിള്ളിമംഗലം പുൽപ്പായൽ നെയ്ത്ത് കേന്ദ്രം, ആറ്റൂർ അസുരൻകുണ്ട് ഡാം, കവളപ്പാറ തോൽപ്പാവക്കൂത്ത് കേന്ദ്രം, ആറങ്ങോട്ടുകര വയലിയിലെ മുള സംഗീതം, മറ്റു വിവിധ പരിപാടികളും ശില്പശാലയിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വൈകിട്ട് കഥകളിയും ഉണ്ടായി. 40ഓളം ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. കലാമണ്ഡലത്തിൽ നടന്ന ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ, രാജകുമാർ, നരേന്ദ്രൻ, ഡോക്ടർ ജിജു പി അശോക്, സ്വാമിനാഥൻ, ജോസ് ഡൊമിനിക്, രൂപേഷ് കുമാർ, സാം സന്തോഷ്, വിനോദ് നമ്പ്യാർ വയലി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയുടെയും അതുപോലെ ചെറുതുരുത്തിയുടെയും സമീപ പ്രദേശത്തുള്ള ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശില്പശാലയാണ് നാക് എന്ന പേരിൽ. അതിൽ നിള ബേസ് ചെയ്തുള്ള നാച്ചർ, ആർട്ട്, ക്രാഫ്റ്റ്, കൾച്ചർ ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പുതിയ ഒരു ടൂറിസ്റ്റ് പാക്കേജ് ഡെവലപ്പ് ചെയ്യാനാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഓർത്തൂസ് മലബാർ നഴ്സറി, അതുപോലെ കിള്ളിമംഗലം പായ നൽകുന്ന സഹകരണ സ്ഥാപനം, അതുപോലെ വയലി, ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളുമായി ചേർന്ന് ഒരു ടൂറിസ്റ്റിനിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമോ ചെറുതുരുത്തി പ്രദേശങ്ങളിലുള്ള ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് ഇത്. കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 40-ലേറെ ട്രാവൽ ഏജന്റുമാരും ട്രാവൽ ഗ്രൂപ്പുകളും ഇതിൽ വരുന്നുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.